രണ്ട് ക്ലാസ്സുകളിൽ UDHR-ന്റെ പല ആർട്ടിക്കിൾസും കണ്ടു അല്ലേ. അത് ഇന്റർനാഷണൽ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന 3 കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്റർനാഷണൽ ഡോക്യുമെന്റ്സ് UDHR, അതുപോലെ ICCPR, ICESCR, ഇങ്ങനെ 3 ഡോക്യുമെന്റുകൾ ആണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ UDHR ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്, കഴിഞ്ഞ 2 പാർട്ട് A, B ആയിട്ട്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും പാർട്ടുകൾ. ഓക്കെ, ICCPR എന്താണ്? ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. മൂന്നാമത് വരുന്നത് ഇന്റർനാഷണൽ കവനന്റ് ഓൺ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൾച്ചറൽ റൈറ്റ്സ്. ഇങ്ങനെ 2 എണ്ണമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ നമുക്ക് നോക്കാം ICCPR. ICCPR എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. ഇറ്റ്സ് എ multilateral treaty adopted by the UN Assembly in 1966. 1966 ഇത് UN അസംബ്ലി അഡോപ്റ്റ് ചെയ്തത്. പക്ഷെ ഇത് പ്രാബല്യത്തിൽ വന്നതെന്ന് പറയുന്നത് 1976. 1976 ആണ് ഇത് കമ്മിറ്റ് ടു ഫോഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഈ കവനന്റ് കമ്മിറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടീസ് ടു റെസ്പെക്ട് ദ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഓരോരുത്തരുടെയും സിവിലും പൊളിറ്റിക്കലും ആയിട്ടുള്ള റൈറ്റുകളുടെ അവകാശങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് നടപ്പാക്കുന്നുണ്ട് അല്ലെങ്കിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കവനന്റ് അല്ലെങ്കിൽ ഈ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് പറയുകയാണെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് റൈറ്റ് ടു ലൈഫ്, ഫ്രീഡം ഓഫ് റിലീജിയൻ, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് അസംബ്ലി, ഇലക്ട്രൽ റൈറ്റ്. ഇങ്ങനെ കുറെ പാർട്ടുകൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. ഓക്കെ, 2017 ഇതിനകത്ത് ഏകദേശം 172 പാർട്ടീസാണ് ഉണ്ടായിരുന്നത്. അതായത് പല രാജ്യങ്ങളിൽ നിന്നുള്ള റെപ്രസെന്റേഷൻ ആണ് നമ്മൾ പാർട്ടീസ് എന്ന് പറയുന്നത്. അങ്ങനെ 172 പാർട്ടീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പ്ലസ് ഒരു 6 ഉണ്ടായിരുന്നു. പക്ഷെ അവര് ഇത് ചില കാര്യങ്ങൾ അംഗീകരിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അത് കണക്കിലെടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ 172 പാർട്ടീസ് ആയിരുന്നു 2017 ഉണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് മോണിറ്റർ ഈ കവനന്റ് മോണിറ്റർ ചെയ്യുന്നത് മോണിറ്റേർഡ് ബൈ യുണൈറ്റഡ് നേഷൻസ് HR കമ്മിറ്റിയാണ് മോണിറ്റർ ചെയ്യുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടുകളൊക്കെ റിവ്യൂ ചെയ്യുക, റൈറ്റ്സ് എല്ലാം കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കഷനിൽ വരിക. ഈ കമ്മിറ്റി സ്ഥിരമായിട്ട് ജനീവയിലാണ് കൂടുന്നത്. എല്ലാ വർഷവും 3 സെഷൻസ് ആണ് ഈ കമ്മിറ്റിക്ക് ഉള്ളത്. ICCPR-ന് 3 സെഷൻസ് ആയിരിക്കും ഉള്ളത്. അത് ജനീവയിലാണ്. ഇത് നമ്മൾ നേരത്തെ UDHR-ന് എത്ര ആർട്ടിക്കിൾ ഉണ്ടെന്നാ പറഞ്ഞത്? ദാറ്റ് ഈസ് 30 ആർട്ടിക്കിൾസ് അല്ലെ, 30 ആർട്ടിക്കിളാണ് നമ്മൾ UDHR പറഞ്ഞത്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സില് ആർട്ടിക്കിൾ 1 മുതൽ ആർട്ടിക്കിൾ 30 വരെ 30 ആർട്ടിക്കിൾ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇപ്പോ ഇവിടെ ICCPR-ന്റെ അണ്ടറിൽ നമ്മൾ കുറച്ച് ആർട്ടിക്കിൾ ഉണ്ട്. പക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട. നമുക്ക് ആ ഒരു എന്താ പറയാ എന്തൊക്കെയുണ്ട് എന്നുള്ളൊരു പാർട്ടായിട്ട് തിരിച്ച് അതിനെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഇതിൽ 53 ആർട്ടിക്കിൾസ് ആണുള്ളത്. 53 ആർട്ടിക്കിൾസ് ഡിവൈഡഡ് ഇൻടു 6 പാർട്സ്. 6 പാർട്ടുകളായിട്ട് തിരിച്ചിട്ടുള്ള 53 ആർട്ടിക്കിൾസ് ആണ് നമുക്കിവിടെ ഉള്ളത്. ഓക്കെ, ഓരോന്നും എന്താണെന്ന് പാർട്ട് തിരിച്ചു നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 53 നോക്കുന്നില്ല, പകരം ഓരോ പാർട്ടുകളായിട്ട് തിരിച്ചിട്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ പാർട്ടില് ആർട്ടിക്കിൾ 1 മാത്രമാണ് വരുന്നത്. ദാറ്റ് ഈസ് റെക്കഗ്നൈസ് ദ റൈറ്റ് ഓഫ് ഓൾ പീപ്പിൾസ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ. ഓരോരുത്തർക്കും ഓരോരുടെ അവകാശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അല്ലെ. അപ്പൊ ആർട്ടിക്കിൾ 1 അല്ലെങ്കിൽ പാർട്ട് 1 ആയിട്ട് വരുന്നത് അതാണ് റെക്കഗ്നൈസ് ഓഫ് ദി റൈറ്റ് ഓഫ് ഓൾ പീപ്പിൾസ്. ഓരോരുത്തർക്കും ഉള്ള എന്തൊക്കെ റൈറ്റുകളാണ് ഉള്ളതെന്നുള്ളതെല്ലാം ഓരോരുത്തർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട സെൽഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയും. ഓക്കെ, രണ്ടാമത്തെ പാർട്ടായിട്ട് വരുന്നത് ആർട്ടിക്കിൾ 2 to 5 ആണ്. 2 മുതൽ 5 വരെയുള്ള ആർട്ടിക്കിൾ. പ്രൊവൈഡ് എഫക്റ്റീവ് ലീഗൽ റെമഡി ഫോർ ഓൾ വയലേഷൻ ഓഫ് റൈറ്റ്സ്. ഏത് രീതിയിലുള്ള റൈറ്റിന്റെ വയലേഷൻ ഉണ്ടായിരുന്നില്ല, അതായത് ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ റൈറ്റ് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ഒരു നിയമത്തിന്റെ സഹായം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് 2 മുതൽ 5 ആർട്ടിക്കിൾ വരെ
വരുന്ന പാർട്ട് 2-ലുള്ളത്. അതിലിപ്പോൾ വിത്തൗട്ട് ഡിസ്റ്റിങ്ഷൻ റൈറ്റ് ടു ബി റെക്കഗ്നൈസ്ഡ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ അത് മെയിൽ ആണെന്നോ ഫീമെയിൽ ആണെന്നോ വ്യത്യാസമില്ലാതെ, റേസ് ഏതാണെന്ന് വ്യത്യാസമില്ലാതെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ലാതെ വേണം ഇത് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതുപോലെ പാർട്ട് 3 വരുന്നത് ആർട്ടിക്കിൾ 6 to 27 ആയിരിക്കും. അതിൽ ഫ്രീഡം ഫ്രം ടോർച്ചർ, ദാറ്റ് ഈസ് 6, 7, 8 ആർട്ടിക്കിൾസ് ആണ് അതിൽ വരുന്നത്. ഫ്രീഡം ഫ്രം ടോർച്ചർ, ലിബർട്ടി ആൻഡ് സെക്യൂരിറ്റി ഓഫ് പേഴ്സൺ, സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ടതാണോ. ഇറ്റ്സ് 9 to 11 ആർട്ടിക്കിൾസ് ആണ് അതിൽ വരുന്നത്. ഫെയർനെസ് ഇൻ ലോ, നിയമത്തിൽ തന്നെ ഒരു സത്യസന്ധമായിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് 14 മുതൽ 16 വരെ, 14 to 16 ആണ് ആർട്ടിക്കിൾസ്. ഫ്രീഡം ഓഫ് മൂവ്മെന്റ്സ്, തോട്ട്, ഫാമിലി റൈറ്റ്സ്, നാഷണാലിറ്റി, പ്രൈവസി കംസ് അണ്ടർ 12 to 24 ആർട്ടിക്കിൾസ് ആണ് ഇതിൽ വരുന്നത്. പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, വോട്ട്, ഇതെല്ലാം വരുന്നത് ആർട്ടിക്കിൾ 25-ലാണ്. ദെൻ മൈനോറിറ്റി റൈറ്റ്സ്, നോൺ ഡിസ്ക്രിമിനേഷൻ റൈറ്റ്സ്, ഇക്വാലിറ്റി, that's coming under 26 to 27. സോ പാർട്ട് 3-ൽ എൻ്റയർ ആർട്ടിക്കിൾസിനെ കുറിച്ച് അധികമായിട്ടുണ്ട്. ദാറ്റ് ഈസ് 6 to 27 വരുന്നുണ്ട്. ഫ്രീഡം ഫ്രം ടോർച്ചറിങ് ചെയ്യപ്പെടുക, അതിൽ നിന്നൊക്കെ രക്ഷ നേടിക്കൊടുക്കുക എന്നുള്ള ഈ നിയമത്തിന്റെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതൊക്കെ ലിബർട്ടി ആൻഡ് സെക്യൂരിറ്റി, നിയമത്തിന്റെ പരിരക്ഷ, ഫ്രീഡം ഓഫ് മൂവ്മെന്റ്സ്, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, വോട്ടവകാശം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അതിൽ വരും. ഓക്കെ, ദെൻ പാർട്ട് 4 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 28 to 45 ആണ്. ആർട്ടിക്കിൾ 28 to 45 പാർട്ട് 4 governs the establishment and the operation of HR committee. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കുറെ ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഇത് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ള ഗവേണിംഗ് ആവശ്യമുണ്ട്, അല്ലെ? ആ ഗവേണിംഗ് ആവശ്യമുണ്ട്. അത് മാത്രമല്ല, ഇത് നടക്കുന്നില്ലെങ്കിൽ എന്ത് ആക്ഷൻസ് എടുക്കുന്നുണ്ട് എന്നുള്ള കുറെ കാര്യങ്ങളും റിവ്യൂസും കാര്യങ്ങളും റിപ്പോർട്ടുകളൊക്കെ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ആർട്ടിക്കിൾസ് ആണ് 28 to 45 എന്ന് പറയുന്നത്. 28 മുതൽ 45 വരെയുള്ള ആർട്ടിക്കിൾസ് അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നു. അതുപോലെ പാർട്ട് 5 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 46 to 47 ആണ്. ഗവൺമെന്റ് ഷാൽ നോട്ട് ഇന്റർഫിയർ വിത്ത് ഓപ്പറേഷൻ ഓഫ് UN അസംബ്ലി ആയിട്ട് ഇന്റർഫിയർ ചെയ്യാതെ വേണം നമ്മൾ ഈ ആർട്ടിക്കിൾ പാർട്ട് 5 വരുന്ന ആർട്ടിക്കിൾ, അല്ലെങ്കിൽ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള എല്ലാ ആർട്ടിക്കിൾ ഫോളോ ചെയ്യാനായിട്ട്. UN അസംബ്ലി ആയിട്ട് ഇന്റർഫിയർ ചെയ്യരുത്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ കൈകടത്താതെ വേണം ഈ പറയുന്ന ഗവൺമെന്റ് ഫോളോ ചെയ്യാനായിട്ട്. And last one is part 6, that is article 48 to 53, that governance ratification and entry into force. Sorry, ratification not ratification ആണ്. Governance ratification and entry into force. ഇങ്ങനെ പാർട്ട് 1 മുതൽ പാർട്ട് 6 വരെയുള്ള 6 പാർട്ടുകളായിട്ട് 53 ആർട്ടിക്കിൾസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, so that's all with the ICCPR, that is International Covenant on Civil and Political റൈറ്റ്സ്. ഇത് നമ്മൾ മൂന്നാമത്തെയും അവസാനത്തെയും ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്, ഇന്റർനാഷണൽ ഡോക്യുമെന്റ് ആണ് നമ്മൾ പറയുന്നത് ICESCR, ദാറ്റ് ഈസ് ഇന്റർനാഷണൽ കവനന്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചത് ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് ആയിരുന്നെങ്കിൽ ഇവിടെ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് ആണ്. 3 ജനറേഷൻ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതും ഒരു മൾട്ടിലാറ്ററൽ ട്രീറ്റി ആണ്. ഇതും 1966-ലാണ് അഡോപ്റ്റ് ചെയ്ത UN അസംബ്ലി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും 1976-ലാണ് കമ്മിറ്റ് ടു ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ആക്ട് ചെയ്ത് തുടങ്ങിയത് 1976-ലായിരുന്നു. That commits into parties to work toward the granting of economic, social and cultural rights to non-self-governing and trust territories. നമ്മൾ പറയുകയാണെങ്കിൽ റൈറ്റ് ടു ഹെൽത്ത്, ആരോഗ്യ പരിരക്ഷ എന്നാണെങ്കിൽ നമുക്ക് പറയാം. പല രീതിയിലുണ്ട്, ഫുഡ്, ഷെൽട്ടർ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. റൈറ്റ് ടു ഹെൽത്ത്, ലേബർ റൈറ്റ്സ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു സ്റ്റാൻഡേർഡ് ലിവിങ്, ഇതെല്ലാം ഈ പറയുന്ന ഗവൺമെന്റ് അണ്ടറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് 2018 ഉള്ള ഇത് വെച്ചിട്ട് 169 പാർട്ടീസ് ആണ് ഈ ഗവൺമെന്റിലുള്ളത്. ട്രീറ്റി സൈൻ ചെയ്തിരിക്കുന്ന പാർട്ടീസിന്റെ
എണ്ണം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 169 പാർട്ടീസ് ആണ് കൗൺസിലുള്ളത്. ഇറ്റ് ഈസ് ഓൾസോ മോണിറ്റേർഡ് ബൈ ദ UN കമ്മിറ്റി. HR കമ്മിറ്റി തന്നെയാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത UDHRൽ 30 ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത ഗവൺമെന്റിൽ 53 ആണ് അല്ലെ, 53 ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് 31 ആർട്ടിക്കിൾസ് ആണ്. ഇത് നമ്മൾ അഗൈൻ ഡിവൈഡ് ഇൻടു ഡിഫറെന്റ് പാർട്സ്. അതായത് ഈ ആർട്ടിക്കിൾസിനെ നമുക്ക് വീണ്ടും നമ്മൾ 5 പാർട്ടുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. പാർട്ട് 1 ആർട്ടിക്കിൾ 1 മാത്രമായിട്ട് ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ റെക്കഗ്നൈസ് ദ റൈറ്റ്സ് ഓഫ് ഓൾ പീപ്പിൾസ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ. ഈ ഇതിന്റെ അണ്ടറിൽ വരുന്ന എന്തൊക്കെ റൈറ്റുകളാണ് ഉള്ളതെന്നുള്ളത് ഓരോരുത്തർക്കും മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ആർട്ടിക്കിളിൽ വരുന്നത്. അതുകൂടി സ്ഥിരമായിട്ട് ബോധവാന്മാരാക്കുക എന്നുള്ളത് അതിന്റെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ പാർട്ട് 2 ആർട്ടിക്കിൾ 2 to 5 ദാറ്റ് ഈസ് പ്രോഗ്രസീവ് റിയലൈസേഷൻ എന്ന് പറയും. പ്രോഗ്രസീവ് റിയലൈസേഷൻ റിക്വയർസ് റൈറ്റ് ടു ബി റെക്കഗ്നൈസ്ഡ്. തിരിച്ചറിയുക, നമ്മൾ അങ്ങനെ വേണമെങ്കിൽ പറയാം, റൈറ്റ് ടു ബി റെക്കഗ്നൈസ്ഡ്. ദെൻ പാർട്ട് 3 ആർട്ടിക്കിൾ 6 to 15 ആണ് വരുന്നത്. ദാറ്റ് ഈസ് റൈറ്റ് ടു വർക്ക് അണ്ടർ എന്താ പറയുക, ജസ്റ്റ് ആൻഡ് ഫേവറബിൾ കണ്ടീഷൻ. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുക, അങ്ങനെയുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ജോയിൻ ഇൻ ട്രേഡ് യൂണിയൻസ്, യൂണിയനിലൊക്കെ ചേരാനുള്ള അവകാശം, ഇതെല്ലാം കൂടി 6, 7, 8 ആർട്ടിക്കിൾസ് ആണ് ഇത് വരുന്നത്. ഇതിന്റെ അണ്ടറിലുള്ള ആർട്ടിക്കിൾ 6, 7, 8. ദെൻ സോഷ്യൽ സെക്യൂരിറ്റി ദാറ്റ് ഈസ് കമ്മിങ് അണ്ടർ 9 ആർട്ടിക്കിൾ. ഫാമിലി ലൈഫ്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ, സ്വന്തം പേരന്റൽ ലൈഫ് ആണ്, പേരന്റൽ ലൈഫ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ അതിന്റെ പാർട്ടായിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 10. ദെൻ അഡ്വക്കേറ്റ് ഫുഡ്, ക്ലോത്തിങ്, ഹൗസിംഗ്, അതൊക്കെ മിനിമം രീതിയിൽ വസ്ത്രം, ഭക്ഷണം, താമസം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുക. അതൊക്കെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് കണക്റ്റഡ് ആണ്. സോ ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 11. ദെൻ കമ്മിങ് അണ്ടർ നെക്സ്റ്റ് ആർട്ടിക്കിൾ ദാറ്റ് ഈസ് 12 ദാറ്റ് ഈസ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആരോഗ്യ പരിപാലനവും സംരക്ഷണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഓക്കെ. ദെൻ എഡ്യൂക്കേഷൻ ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 13 to 14 ദാറ്റ് ഫ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുക. ദെൻ ആക്സസിബിൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുക. ആൻഡ് ഓൾസോ ഈക്വലി ആക്സസിബിൾ ഹയർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇതിൽ പ്രൈമറി എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് മെയിൻ കൺസെപ്റ്റ്. അത് മിനിമം എല്ലാവർക്കും ആ പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുത്തിരിക്കണം എന്നാണ് ഈ കൺസെപ്റ്റ് പറയുന്നത്. ദെൻ പാർട്ട് 4 വരുന്നതാണ് ആർട്ടിക്കിൾ 16 to 25 ദാറ്റ് ഈസ് ഗവേൺസ് റിപ്പോർട്ട്സ് ആൻഡ് മോണിറ്ററിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന മുകളിൽ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾസ് എല്ലാം കൃത്യമായിട്ട് ഫോളോ അപ്പ് നടത്തുന്നുണ്ടോ, ഇനി അതായത് ഏതെങ്കിലും രീതിയിൽ എന്താ പറയുക തെറ്റുകുറ്റങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് എന്തൊക്കെ സ്റ്റെപ്പുകളാണ് എടുത്തിരിക്കുന്നത്, ഇതെല്ലാം ഡിസ്കഷനിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇത് വർഷാവർഷം മോണിറ്റർ ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു വർഷം 3 സിറ്റിംഗ് വരെ ഉണ്ടാവും. യൂഷ്വലി ജനീവയിലാണ് ഇതിന്റെ സിറ്റിംഗ് നടത്തുക. അപ്പോൾ ഈ 3 സിറ്റിംഗിൽ ഇരുന്നിട്ട് എന്തൊക്കെ സംഭവങ്ങൾ അല്ലെങ്കിൽ വയലേഷൻസ് ഇന്ത്യ രാജ്യത്ത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അതിൽ എന്തെങ്കിലും പ്രോപ്പർ ആക്ഷൻ എടുക്കേണ്ടി വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഡിസ്കഷനിൽ വരും. ഇനി എന്തെങ്കിലും ഡിസ്കഷനിൽ പ്രോപ്പർ ആക്ഷൻ എടുക്കേണ്ടതുണ്ടെങ്കിൽ അതും വരും. ഓക്കെ. പാർട്ട് 5 എന്ന് പറയുന്ന ആർട്ടിക്കിൾ 26 to 31 റാറ്റിഫിക്കേഷൻ എൻട്രി ഇൻടു ഫോഴ്സ് ആണ്. എന്തെങ്കിലും ക്ലിയർ ചെയ്യുക, അങ്ങനെയുള്ള റെക്ടിഫൈ ചെയ്യാന്നൊക്കെ പറയില്ലേ. അപ്പൊ ഇത്രയും 31 ആർട്ടിക്കിൾസ് ആണ് നമുക്ക് ICE-SCS-ലുള്ളത്, SCR-ലുള്ളത്. ഓക്കെ. ഇന്റർനാഷണൽ കവൺമെന്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. സോ ഇത്രയും പാർട്ടാണ് HR ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട യൂണിറ്റുകളുടെ നമ്മൾ 3 ഡിവിഷനാണ് പറഞ്ഞിരുന്നത്. അതിൽ 1ാമത്തെ യൂണിറ്റാണ് ഇപ്പോൾ നമുക്ക് ഫിനിഷ് ആയത്. ഓക്കെ. അടുത്ത ആഴ്ച നമുക്ക് 2nd യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.